30 വർഷം മുൻപ് ഇംഗ്ലണ്ടിലെ ഗ്ലൗസെസ്റ്റർഷെയറിലെ ഒരു ദേവാലയത്തിൽ നിന്നും അപഹരിക്കപ്പെട്ട ഒരു വെള്ളിക്കുരിശ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അവിടേക്ക് തിരികെയെത്തിയ വാർത്ത മാധ്യമശ്രദ്ധ നേടുന്നു. നോർത്ത് സെർണിയയിലെ ഓൾ സെയിൻറ്റ്സ് ദേവാലയത്തിന് ഒരിടവകക്കാരൻ സമ്മാനമായി നൽകിയ കുരിശ് 1994 പ്രദേശത്ത് നടന്ന ഒരു മോഷണ പരമ്പരയ്ക്കിടെയായിരുന്നു അപഹരിക്കപ്പെട്ടത്. കഴിഞ്ഞ 30 വർഷത്തിൽ ഈ കുരിശ് കണ്ടെത്താനായി ദേവാലയം ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് തിരികെ ലഭിച്ചത് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റോടെയായിരുന്നു. കഴിഞ്ഞ 30 വർഷമായി ഇടവകയിലെ ശുശ്രൂഷകനായി സേവനം ചെയ്യുന്ന 88-കാരനായ എൽമോർ ക്രാംപ് കഴിഞ്ഞ ദിനം അതിരാവിലെ നടക്കാനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ വാതിൽപ്പടിയിൽ അപ്രതീക്ഷിതമായി ഈ വെള്ളിക്കുരിശ് കണ്ടെത്തുന്നത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എനിക്കിത് വിശ്വസിക്കാനായില്ല. കാരണം കഴിഞ്ഞ ദിനമൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഞാനും ഈ ദേവാലയവും തമ്മിലുള്ള ബന്ധം അറിയുന്ന ആളായിരിക്കണം ഇതിവിടെ കൊണ്ടുവന്നതെന്ന് ഉറപ്പാണെന്നും ക്രാംപ് പറയുന്നു. എന്തുകൊണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഇത് തിരികെ നൽകാനുള്ള മനസ്സ് കാണിച്ചു എന്ന സംശയം മാത്രമേ എൽമോർ ക്രാംപിനുള്ളൂ. കറുത്ത നിറത്തിലായിരുന്ന ഈ കുരിശ് 3 മണിക്കൂർ നീണ്ട വൃത്തിയാക്കലിനൊടുവിലാണ് പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. കഴിഞ്ഞ 30 വർഷമായി ദേവാലയത്തിലെ അൾത്താരയിൽ ഇല്ലാതിരുന്ന ആ വെള്ളിക്കുരിശ് ഇപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇത്രയും വർഷമെടുത്തെങ്കിലും ഇത് മോഷ്ടിച്ച വ്യക്തിക്ക് മാനസാന്തരം സംഭവിച്ച് അത് തിരികെ നൽകാൻ കാണിച്ച മനസ്സിനെ കുറച്ച് കാണുന്നില്ലെന്ന് ദേവാലയത്തിലെ മറ്റൊരു ശുശ്രൂഷകനായ മാർക്ക് ടഫ്നെൽ പറഞ്ഞു. ഇത് തിരികെ ലഭിച്ചതിൽ ഇടവക സമൂഹത്തിന് വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.